എസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിന്ന് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. എപ്പോൾ നടക്കും അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്കിവിടെ 3 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കരുത്, കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം എന്താണോ അത് തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നടക്കുമെന്നുള്ളതാണ്. ഈ ഒരു ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ഈ ഒരു തൊടുകുറി ശാസ്ത്രം ലക്ഷണം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം പോലും നിങ്ങൾക്ക് ഇപ്പോൾ ശക്തമായി ഇരിക്കുന്നതിന് കാരണം ശിവഭഗവാന്റെ ഇച്ഛയായതുകൊണ്ട് മാത്രമാണ്. ഭഗവാൻ ആ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് മേൽ നൽകാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മൈൻഡോടെ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഈശ്വര വിശ്വാസം ഇപ്പോൾ നിങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതും കൂടെയാണ്. ഇത് ഒരു നല്ലൊരു സൂചന കൂടെയാണ്. അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങള് ഒക്കെ മാറി നമ്മുടെ ശരീരം ആരോഗ്യത്തിലേക്ക് കൈവരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇതിനു മുന്നോടിയായിട്ട് ഉണ്ടായിരുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങള് ഒന്നും ലഭിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ലഭിച്ചില്ലെങ്കിലും സാരമില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി വരികയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മനസ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കണം, ഒരുപാട് ലക്ഷ്യങ്ങൾ നേടണം, ഇങ്ങനെയുള്ള ഒരു മനസ്സ് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങള് സബലീകരിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ തൊടുകുറി ശാസ്ത്രത്തിലെ ഫലം പറയുന്നത്. ഏറെ വൈകാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് നടക്കും എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം നേടുന്നതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലം പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. അതായത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലായാലും അല്ലെങ്കിൽ ആഗ്രഹത്തിലായാലും പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ കുറേശ്ശെ നീങ്ങി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് വേഗത്തിൽ സാധിച്ചെടുക്കാനും സാധിക്കുമെന്നാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലം. നിങ്ങളുടെ ആ ഒരു ദുരിത കാലഘട്ടം, അതായത് നിങ്ങളുടെ കഠിനമായിട്ടുള്ള ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് അല്പം കാലതാമസം വന്ന് ഭവിക്കും എന്നുള്ളതാണ്. അതായത് ഒരല്പം ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്തു തന്നെ ആയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിനുമേൽ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു പരിശ്രമം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മുടക്കേണ്ടതില്ല. തീർച്ചയായും അല്പം കാലതാമസം നേരിടുന്നുവെങ്കിലും
ആ ഒരു കാലതാമസത്തിനൊടുവില് അത് ഏറ്റവും മനോഹരമായി ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം ആയിരിക്കും ആ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ഗുണാനുഭവങ്ങള് ആ ഒരു ആഗ്രഹ സഫലീകരണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്രകാരമാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്, ആ ഒരു പരിശ്രമം നിങ്ങൾ ഒരു കാരണവശാലും നിർത്തരുത്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പരീക്ഷണ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മടി, അലസത പോലുള്ള കാര്യങ്ങള് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾ യൂണിവേഴ്സിന്റെ കയ്യില്, നിങ്ങളുടെ ഭഗവാന്റെ കയ്യില് ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താഗ്രഹമാണോ അതെല്ലാം ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. നന്ദി.